friends, welcome to my channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അന്തിപ്പാസ്തുവാണ്. അന്തിപ്പാസ്തു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് പരിപാടികൾക്ക് ഫുഡ് തുടങ്ങുമ്പോൾ അതിന് മുമ്പായിട്ട് കഴിക്കുന്ന സ്നാക്കോ അല്ലെങ്കിൽ കഴിക്കുന്ന സ്റ്റാർട്ടർ എന്ന് പറയും. അതിനെയാണ് ഇന്ന് ഇറ്റലിയിൽ അന്തിപ്പാസ്തോ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫിഷ് വെച്ചുള്ള അന്തിപ്പാസ്തുവാണ്. വളരെ ഈസി റെസിപ്പിയാണ്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടില് സാൻഡ്വിച്ച് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രെഡാണ്. ഇതിന് ഇറ്റലിയില് പാൻകര എന്നാണ് പറയുന്നത്. ഇത് ഫുൾ സൈസ് ബ്രെഡാണ്. ഇതിന്റെ പകുതി സൈസും നമുക്ക് കിട്ടും. ഞാനൊരു ചപ്പാത്തി കവല കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പ്രസ് ചെയ്താലാണ് ഇത് നമുക്ക് റോള് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനു മുകളിൽ ഏതെങ്കിലും ഒരു ക്രീം ചീസ് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ക്രീം ചീസ് ആണ് ഇഷ്ടം വെച്ചാൽ ക്രീം ചീസ് ഉപയോഗിക്കാം. മയോണൈസ് ആണെങ്കിൽ മയോണൈസ്, അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ചീസുകളിൽ തന്നെ ക്രീം ചീസാണ് ഏറ്റവും നല്ലത് തേച്ച് പിടിപ്പിക്കാൻ. ഇറ്റലിയില് ചീസിനെ പറയുന്നത് ഫോർമാജോ എന്നാണ്. ഫോർമാജോ സ്പൽമാബിലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണേ സ്പൽമാര് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് ഈ അടുത്ത് വന്നേക്കുന്ന ആൾക്കാർക്ക്, പുതിയതായിട്ട് വന്നേക്കുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ക്രീമുകൾ തേച്ച് പിടിപ്പിക്കുന്നതിനെ പറയുന്നത് സ്പൽമാബില്. ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ക്രീം ചീസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഫിലാഡൽഫിയ ചീസ് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഒസെല്ല ചീസ് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അടുത്തത് ഞാൻ വെക്കാൻ പോകുന്നത് സാൽമൺ ഫിഷ് ആണ്. ഇവിടെ ഇതിനെ സൽമോണെ എന്നാണ് പറയുന്നത്. ഇത് ഓൾറെഡി വെന്ത് വന്നേക്കുന്ന ഫിഷാണ്. സൽമോണെ അഫുമിക്കാത്തോ എന്നാണ് ഇതിനെ പറയുന്നത്. അഫുമിക്കാത്തോ എന്ന് പറയുന്നത് എന്ന് വെച്ചാല് ഫൂമോയില് ഇട്ട് ഇതിനെ വേവിച്ചെടുക്കുന്നതാണ്. ഫൂമോ എന്ന് വെച്ചാൽ പുക. ഇത് ഈ ഫിഷ് പുകയത്ത് കിടന്നാണ് വെന്ത് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഫിഷ്. അതിനു മുകളിലേക്ക് നമുക്ക് സാലഡിന് തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് ഇത്. ഇതിന് റുഗേത്ത അല്ലെങ്കിൽ റൂക്കൊള എന്ന് പറയും. നമ്മുടെ നാട്ടിലെ മുയൽ ചെവിയുടെ ഒക്കെ ഒരു ഷേപ്പാണ് ഇതിന്. അതിന്റെ ടേസ്റ്റ് എന്ന് പറയാ ഒരു മിന്റിന്റെ ടേസ്റ്റ് ഇല്ല, അതേപോലെ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഈ ഒരു സാലഡിന്റെ ഇലയ്ക്കുള്ളത്. സാധാരണ ഈ സാൽമൺ ഫിഷിന് ഈ ഒരു ഇലയാണ് ഉപയോഗിക്കുന്നത്. കാരണം സൽമോണെ ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ദഹനം കിട്ടാനും അതിനകത്തുള്ള കൊഴുപ്പ് ഇത് ഈ ഇല വലിച്ചെടുക്കുമെന്നാ പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഇല വെച്ചോളൂ, കാരണം കുട്ടികൾക്ക് ഈ ഇലയുടെ ടേസ്റ്റ് ഇഷ്ടാവണമെന്നില്ല. അപ്പൊ അത്യാവശ്യം ഇല വെച്ച് ഞാൻ നന്നായിട്ട് റോൾ ചെയ്ത് കൊടുത്തു. ഓരോരുത്തർക്ക് അതിന്റെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം. നമുക്കിത് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കാം. ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഉണ്ടാക്കാം. അടുത്ത പാൻകര നേരത്തെ പോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്താലേ നമുക്ക് ശരിക്കും നന്നായിട്ട് റോളായിട്ട് കിട്ടുള്ളൂ. നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഇതിന്റെ മീതെ ക്രീം തേച്ച് കൊടുക്കാം. രണ്ടാമത്തെ പൻകരയില് ഞാൻ ട്യൂണ ഫിഷ് ആണ് വെക്കാൻ പോകുന്നത്. ആദ്യം നമ്മ സൽമോണെ വെച്ചു. ഇതില് ട്യൂണ ഫിഷ് തൊണ്ണു. അതിന്റെ മീതെ ക്യാരറ്റും ചിപ്പോളയും ചൊറുക്കയിലിട്ടതാണിത്. ചിപ്പോള എന്ന് പറയുന്നത് സവോളേനെ കേട്ടോ ചിപ്പോള എന്ന് പറയുന്നത്. ഇത്രയും മതി. ഇനി നേരത്തെ പോലെ തന്നെ റോൾ ചെയ്ത് കൊടുക്കാം. നല്ലോണം തൊണ്ണൊക്കെ ഇട്ട് ഗുണ്ടായിട്ടുണ്ട്. നേരത്തെ പോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ പോലെ തന്നെ മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഇന്റഗ്രാലയുടെ റസ്ക് ആണ് എടുത്തിരിക്കുന്നത്. ഇന്റഗ്രാല എന്ന് പറയുന്നത് വീറ്റിന്റെ റസ്ക്. അതിന്റെ അടി ഉരുണ്ടത് മുകളില് പരന്നതാണ്. ഗ്രാനൈറ്റി എന്നാണ് പറയുന്നത്. അതിന്റെ മീതെ നമുക്ക് ക്രീം ചീസ് തേച്ച് കൊടുക്കാം. ക്രീം ചീസ് നമ്മുടെ ഇഷ്ടമുള്ളത് നേരത്തെ പോലെ തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ 6 റസ്ക് ആണ് എടുത്തിരിക്കുന്നത്. 6ന്റെ മീതെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ 6 റസ്ക് ഞാൻ ക്രീം തേച്ച് വെച്ചിട്ടുണ്ട്. ആദ്യത്തേതിൽ നമുക്ക് സൽമോണെ അഫുമിക്കാത്തു വെച്ചു കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് വെച്ചു കൊടുക്കാന്.
ഇതിന്റെ ഇടയിലേക്ക് നമുക്ക് ഓരോ ഒലിവ് കായ വെച്ചു കൊടുക്കാം. ഒരു ഒലിവ് കായ അല്ല കേട്ടോ, അത് ഞാൻ മുറിച്ചതാണ്, കുരുവില്ലാത്ത ഒലിവ് നേരെ. അടുത്ത 3 റെസിപ്പിയിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളി അരിഞ്ഞതും പിന്നെ അലീച്ചി എന്ന ഫിഷുമാണ്. അലീച്ചി എന്ന് പറയുന്നത് കുഞ്ഞിച്ചാള, തക്കാളി ഈ എടുത്തേക്കുന്നത് കുഞ്ഞി തക്കാളിയാണ്. അതിന് തക്കാളീനെ പോമോദോറോ എന്നാണ് പറയുന്നത്. കുറെ ടൈപ്പ് പോമോദോറ ഉണ്ട്. അതിനകത്ത് ദത്തരീന് എന്ന് പറയുന്ന പോമോദോറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഓരോ അലീച്ചിയും ചെറുതായിട്ട് റോൾ ചെയ്ത് നമുക്ക് ഇതിന് മുകളിൽ വെച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് ഓൾറെഡി ഉപ്പിലും എണ്ണയിലുമായിട്ട് കുപ്പിയിൽ വരുന്നതാണ്. ചെറുതായിട്ട് ഇങ്ങനെ ചുരുട്ടി അതിന്റെ മീതെ വെച്ച് കൊടുക്കാം. അലീച്ചിക്ക് നല്ല ഉപ്പുള്ള കാരണം കൊണ്ട് പോമോദോറില് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതുപോലെ ചെറുതായിട്ട് ചുരുട്ടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അലീച്ചി പോമോദോറും സാൽമോണെ കോൺ ഒലിവും റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ കുഞ്ഞിച്ചാളയും തക്കാളിയും സൽമോണയും ഒലിവ് കായും റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ സർവിംഗ് ഡിഷിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുക്കൊന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ 2 അന്തിപ്പാസ്തിയാണിത്. 2 അന്തിപ്പാസ്തി എന്ന് പറഞ്ഞാലും 4 ടൈപ്പാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്നിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ഇടണേ. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യാം.